നമുക്ക് സ്പെഷ്യലി ഒന്ന് രണ്ട് പേരും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ആദ്യം പരിചയപ്പെടുത്താനുള്ളത് ഹാള് അറിയാലോ. ഹാളാകുമ്പോൾ അതിൽ ശബ്ദം ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമില്ല. പാടുന്ന പാട്ടുകൾ വളരെ മനോഹരമായിക്കൊണ്ട് നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചുകൊണ്ട് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തിട്ടുള്ളത് BKG സൗണ്ട്സ് രാമനാട്ടുകര ടീമാണ്. സൗണ്ട് എഞ്ചിനീയർ കുട്ടൻ. നല്ലൊരു കൈയടി കുട്ടന് ഗംഭീരമായിട്ട് കൊടുക്കുക. കുട്ടൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ക്യാമറമാനെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ക്യാമറമാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ വേദികളിൽ വരുന്നു, വളരെ മനോഹരമായിക്കൊണ്ട് എല്ലാം ഷൂട്ട് ചെയ്യുന്നു. നമ്മളൊക്കെ വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും റീൽസാക്കിയിട്ട് എല്ലാ കലാകാരന്മാരിലേക്കും എത്തിക്കുക. അതോടൊപ്പം യൂട്യൂബിലൂടെ ഓരോ പാട്ടുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അലിക്കയാണ്. അലിക്കയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുക. അലിക്കയുടെ യൂട്യൂബിൻ്റെ ചാനൽ പേരാണ് നസ വീഡിയോസ്. നസ വീഡിയോസിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നടന്ന പ്രോഗ്രാംസുകളെല്ലാം ഓൾറെഡി നമുക്ക് അലിക്കയുടെ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ കാണാം. വരുന്നത് അറിയാലോ, ഞാൻ പറയണ്ട 1000 തലയുണ്ടെങ്കിൽ 2000 കാല്. ഇതാണ് ഇദ്ദേഹം. ഫുഡ്വെയർ രംഗത്ത് കോഴിക്കോടിൻ്റെ സ്വന്തം ലൗലി മുസക. യെസ്, ഇവിടെ ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും ഇവിടെ വരുന്ന പാട്ടുകാരുടെ കാലിൻ്റെ അളവ് അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ എടുത്തിട്ട് അവർക്ക് വേണ്ട ഒരു ഫുഡ്വെയറുമായിട്ട് ആളിവിടെ ഓടിയെത്തും. അത് എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാകുന്നതാണ്. ഏതായാലും സന്തോഷം, അടിപൊളി. നല്ലൊരു കൈയ്യടി കൊടുത്തേ ഗംഭീരമായിട്ട്. ഓക്കെ, ഒരു കേശ് അവാർഡും കൂടെ ഇവിടെ സമ്മാനിക്കുകയാണ്. മാഡത്തിൻ്റെ പേര് തങ്കം ചന്ദ്രമോഹൻ. നല്ലൊരു കൈയ്യടി കൊടുക്കുക ഗംഭീരമായിട്ട്. 100ാമത്തെ പാട്ട് കഴിഞ്ഞ് 101ലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതാ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം മേഡം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു. സന്തോഷം, അടിപൊളി. 101 പാട്ടുകളാണ് കോഴിക്കോടിൻ്റെ ഈ ഒരു ടൗൺ ഹാളിൽ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സെലിനത്തയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഹസ്ബൻഡും 2 മക്കളുമാണ്, 2 ആൺകുട്ടികളാണ്. എന്നാൽ സെലിനത്തയുടെ ഉമ്മാക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, സെലിനത്ത അല്ലേ? സുഹറാബി ഉമ്മ. ഉപ്പയും കൂടെ പരിചയപ്പെടുത്തണം നമുക്ക്. സീതിക്കുട്ടി മാസ്റ്ററും നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ട് ഒരു കേശ് അവാർഡ് സമ്മാനിക്കുകയാണ്. നല്ലൊരു കയ്യടി ആവട്ടെ സീതിക്കുട്ടി മാസ്റ്ററുടെ ഒരു കേശ് അവാർഡ്. സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാവിലെ 8:30 മുതലേ ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ സഹകരിക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ശരീരത്തോടൊപ്പം പാടിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ 3-ാം വയസ്സിൽ തുടങ്ങി സ്കൂൾ കലോത്സവ വേദിയിൽ നിറസാന്നിധ്യം. പാട്ടുപാടാൻ മാത്രമല്ല അറിയുക, പാട്ടുപാടുന്നവരെ എങ്ങനെയാണോ നിങ്ങൾ ഹാപ്പിയാകുന്നത് അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന കാര്യത്തിൽ കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത കിച്ചൺ മാജിക് എന്ന ആ ഒരു പാചക റാണി മത്സരത്തിലെ പാചക റാണിയാണ് ഈ സെലീനത്ത. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ മിസ്സിസ് കേരള പട്ടം കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ വിന്നറാണ്. അമൃത TV-യിലെ നമ്മുടെ വനിതാ രത്നം അവാർഡ്. ഇങ്ങനെയുള്ള ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ടൗൺ ഹാളിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി. ഇഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇഷ്ടപ്പെട്ടൊരു കയ്യടി കൂടെ കൊടുക്കുക. 101ാമത്തെ പാട്ടിലേക്ക്. ഈ പാട്ട് ഇവിടെ പാടുമ്പം ആരും ഇരിക്കരുത്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചും ഡാൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ടിനെ നമുക്ക് അവസാനിപ്പിക്കണം. ഓക്കെ, ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ? സഫാൻക ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോ ഇപ്പോൾ സഫാൻക? ഏതായാലും ഉമ്മ ഒന്ന് വരൂ വേദിയിലേക്ക്. ഉമ്മ വരൂ. ഉമ്മ നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടായിരിക്കണം. സുഹറാബി ഉമ്മ. ഉപ്പ മരണപ്പെട്ടു പോയി. ഹംസപ്പ തബലിസ്റ്റ്. യെസ്, സഫാൻക ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒരു മറുപടി പ്രസംഗം വേണ്ടേ സെലീനത്തയുടെ? അതിലേക്ക്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സംസാരിക്കാൻ കുറച്ചൊരു സ്റ്റേജ് ഫിയറിംഗ് ഉണ്ട്. ഞാൻ ആദ്യം ഒരു 30 പാട്ടിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞങ്ങളെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ റഫീഖ പറഞ്ഞാൽ അതല്ല, നമുക്കൊരു 101 സോങ്സ്, എപ്പോഴും 30 പാട്ടാണല്ലോ പാടുന്നത്, അപ്പോൾ ഒരു 101 ഒരു ചാലഞ്ചായിട്ട് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനേതായാലും ഇതിന് മെനക്കെട്ട് ഇറങ്ങി. എനിക്ക് സപ്പോർട്ടായിട്ട് ഇവർ കട്ടക്ക് നിന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് ഈ പ്രോഗ്രാമിൽ നിന്നത്. ഒരുപാട് പിന്നെ എന്താ പറയുക, പറയാൻ അല്ല, 2-3 റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇതുപോലെ തന്നെ രാവിലെ വന്നിട്ട് രാത്രി 10 മണി വരെയാണ് ഇവർ പോയത്. അത്ര എന്താ പറയുക, എൻ്റെ ഒരു സഹോദരീനെ പോലെ കണ്ടിട്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ട്. കാരണം റഹ്മാൻ പറഞ്ഞ പോലെ 2-3 ഓർക്കസ്ട്രയൊക്കെ ആയിരിക്കും വായിക്കുക.
ഇത് ഇവർ ഇത്രയും മുട്ടിച്ചിരുന്നിട്ട് ഇത്രയും ടൈം വായിച്ചതിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി നല്ലൊരു കൈ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ ഈ പ്രോഗ്രാം തുടങ്ങിയ 8 മണി മുതൽ ഇവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം വന്ന ആളുകൾക്കും ഞങ്ങൾ എൻ്റെ ടീമിൻ്റെയും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, കൂടെ പാടിയിട്ടുള്ള ഡുയറ്റ്സ് എല്ലാവരും മുരളിയേട്ടാ, സബിഷേട്ടാ, എല്ലാവരും ആ ഓക്കെ, എല്ലാവരും ചേർന്നുകൊണ്ട് ലാസ്റ്റ് സോങ് ആണ് ഇരിക്കരുത്. യെസ്, എല്ലാവരും അതാ ഒരു എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത്. നമ്മുടെ ആരോഗ്യത്തിന് ഒരു എക്സ്ട്രാ എനർജി ആയിരിക്കും. എല്ലാവരും എഴുതി ഏറ്റവും അവസാനത്തെ സോങ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടെ കാതോട് കാതോരം എന്ന വളരെ മനോഹരമായ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു സദസ്സിനെ ഏറ്റവും ഭംഗിയുള്ള ഒരു സദസ്സാക്കി മാറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാതോട് കാതോരം ടീമിൻ്റെ, പ്രിയപ്പെട്ട സെലീന തായം ടീമിയുടെ, അവരുടെ ഫാമിലിയുടെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് അവസാന സോങ്ങിലേക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളിൽ നമുക്കൊക്കെ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് വൈൻഡപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളത്തെ പ്രോഗ്രാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നാളെ വൈകുന്നേരം ഇതേ വേദിയിൽ വെച്ചുകൊണ്ട് വളരെ മനോഹരമായി കൊണ്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകാർ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് കൂടെ എല്ലാവരും ക്ഷണിക്കുകയാണ്. ആവാസ് ഗി ദുനിയ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. മഹഫിൽ സ്ക്വയർ ബീച്ച് ഓർക്കസ്ട്ര ടീമാണ് നമുക്ക് വേണ്ടിയിട്ട് നാളത്തെ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലാസ്റ്റ് സോങ്. ഓക്കെ, देखो
താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്പെഷ്യലി താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഇന്ന് രാവിലെ 8:30 മുതൽ ഈ ഒരു സമയം വരെ ഈ ഒരു 101 പാട്ടുകളുമായി സഹകരിച്ച കാതോട് കാതോരം ടീമിനോടൊപ്പം കൈകോർത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സലീനത്താൻ ഫാമിലിയുടെ കാതോട് കാതോരം ടീമിൻ്റെ, ഓർക്കസ്ട്ര ടീമിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സന്തോഷം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി.